അതിലൊരാൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. വളരെ നടുക്കുന്ന ദുഃഖകരമായിട്ടൊരു വാർത്തയാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി സെൻറ്റ് ജെയിംസ് ആശുപത്രിയുടെ മുന്നിലാണ്. ഒരു 6 മണി 6:30 കൂടിയിട്ട് ഇവിടെ കോടാലിയിൽ നിന്നുള്ള സിൽജോ ജോൺസി ദമ്പതികൾ അവരുടെ 2 മക്കളെ ഈ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അവരുടെ സ്ഥലം എന്ന് പറയുന്നത് കോടാലി കടമ്പോട് പുളിഞ്ചോടിനടുത്താണ് താമസിക്കുന്നത്. ഈ സിൽജോ എന്ന് പറയുന്ന ചേട്ടൻ ടൈൽ പണിക്കാരനാണ്. ഭാര്യ ജോൺസി. അവർക്ക് 3 മക്കളാണ്. ഏഞ്ചൽ, അനോഷ്, അൽജോ. ഇവർ തലേ ദിവസം ഇവിടെ അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഫാദറിൻ്റെ ജൂബിലി ആഘോഷം ഉണ്ടായിരുന്നു. ആ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് പോകുന്നു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. വീട്ടിൽ വന്നതിന് ശേഷം അവക്കാഡ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്സിൻ്റെ ഷെയ്ക്ക് ഇവർ വീട്ടിലിരുന്ന് ഉണ്ടാക്കി ഇവരെല്ലാവരും കൂടി കഴിച്ചു. അതിനുശേഷം ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു 2 മണിയായപ്പോൾ ഇതിൽ 2 കുട്ടികൾ എഴുന്നേറ്റ് അവർക്ക് വയറുവേദന എടുക്കുന്നു, മറ്റു കാര്യങ്ങൾ പറയുന്നു. ഈ മാതാപിതാക്കൾ ചുക്കുവെള്ളം അതുപോലെ തന്നെ ജീരകത്തിൻ്റെ വെള്ളമൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഒരു 4 മണിയോട് കൂടി നോക്കുമ്പോൾ ഇതിൽ ഒരു കുട്ടിക്ക് അനക്കമില്ല. അങ്ങനെ ഇവർ 2 പേരും എടുത്ത് ഈ കുട്ടികളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നതിന് വേണ്ടി ബുള്ളറ്റിലിരുത്തി ഒരു കുട്ടിയെ ഫ്രണ്ടിലും മറ്റേ കുട്ടിയെ ഈ ജോൺസി എന്ന് പറയുന്ന വീട്ടമ്മ പിറകിലിരുത്തി കൊണ്ടുപോകുന്നു. കോടാലിയിലെത്തിയപ്പോഴാണ് ആംബുലൻസ് വരുന്നത്. ആംബുലൻസിൽ കയറ്റി സെൻറ്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് വരുന്നു. ഇവിടെ എത്തുമ്പോഴേക്കും ഈ 2ാമത്തെ കുട്ടി അൽജോ 8 വയസ്സുകാരൻ മരണപ്പെട്ടിരിക്കുന്ന വാർത്തയാണ് അറിഞ്ഞത്. അതിനുശേഷം മൂത്ത കുട്ടിയും സീരിയസ് ആണ്. മൂത്ത കുട്ടിയെ അനോഷ് മൂത്ത കുട്ടിയെ ഇപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് ഇവിടെ നിന്നും മാറ്റിയിരിക്കുകയാണ്. ക്രിട്ടിക്കലായിട്ടുള്ള സ്ഥിതിവിശേഷം തന്നെയാണെന്നാണ് പറഞ്ഞത്. ഇതെന്താണ് ഈ കുട്ടികൾക്ക് സംഭവിച്ചതെന്ന് പറയുന്നത്, ഇവർ കഴിച്ച ഭക്ഷണ വസ്തുക്കളൊക്കെ ഇതാണ് കഴിച്ചിട്ടുള്ളത്. ഈ ഷെയ്ക്കിൽ നിന്നും വന്നിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാതാപിതാക്കളും കഴിച്ചു എന്ന് പറയുന്നു. എന്തായാലും വളരെ ദുഃഖകരമായ വാർത്ത. ഈ 2 കുട്ടികളും ഈ ആൺകുട്ടികളായിട്ടുള്ള അനോഷും അതുപോലെ തന്നെ അൽജോയും കടമ്പോട് സ്കൂളാണ് പഠിക്കുന്നത്. മൂത്ത കുട്ടി ഏഞ്ചൽ വെള്ളിക്കുളങ്ങര സ്കൂളാണ് പഠിക്കുന്നത്. എന്തായിരുന്നാലും ഈ ഹോസ്പിറ്റൽ പരിസരത്ത് വളരെ വിഷമകരമായ സംഭവം. മാറത്തടിച്ച് നിലവിളിക്കുകയാണ് മാതാപിതാക്കൾ. ഇതെങ്ങനെയാണ് ഈ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് എന്തോ കാര്യങ്ങളൊന്നും ഇപ്പോഴും പിടികിട്ടിട്ടില്ല. ഫുഡ് പോയ്സൺ ആണോ മറ്റു കാര്യങ്ങളാണോ? ഇത് കൂടുതൽ കാര്യങ്ങളിലേക്ക് അന്വേഷണാത്മകമായി പോകേണ്ടതുണ്ട്. പോലീസും മറ്റു സംവിധാനങ്ങളും ഇപ്പോൾ അന്വേഷണാത്മകമായ കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ നിന്നും ജയഫേസിന് വേണ്ടി ജയജക്സ്. നന്ദി, നമസ്കാരം.